സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 എഡ്ടെക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സൈലം ലേണിംഗിൻ്റെ കേരളത്തിലെ ഹൈബ്രിഡ് സെൻറ്റേഴ്സ് എല്ലാം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. എന്നാൽ സൈലത്തിന് കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഒരുപാട് ഹൈബ്രിഡ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹം ചോദിച്ചിരുന്നു, ഞങ്ങൾക്ക് ഈ ഹൈബ്രിഡ് സെൻറ്റേഴ്സൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമെന്നുള്ളത്. സോ നമ്മളൊരു യാത്ര പോവാണ്. ഈ യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം. നമുക്ക് എല്ലാ ഹൈബ്രിഡ് സെൻറ്റേഴ്സും കാണണം. കേരള, കർണാടക, തമിഴ്നാട് വരെയുള്ള സൈലത്തിൻ്റെ എല്ലാ ഹൈബ്രിഡ് സെൻറ്റേഴ്സും കണ്ട് പരിചയപ്പെടണം. ഞാൻ ഇന്നുള്ളത് ഇന്ത്യയിലെ തന്നെ സേഫസ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന മാംഗ്ലൂരിലാണ്. മാംഗ്ലൂരിലെ സൈലം സെൻറ്റർ നമുക്ക് കാണണം. അവിടുത്തെ പ്രവർത്തനങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് അറിയണം. അവിടെയുള്ള കുട്ടികളെയും ഫാക്കൽറ്റീസിനെയും ഒക്കെ മീറ്റ് ചെയ്യണം. സോ കം ജോയിൻ മീ ഇൻ ദി ജേർണി. ലെറ്റ്സ് ഹാവ് സം ഫൺ. സോ വൈ മാംഗ്ലൂർ? സൈലം എന്തുകൊണ്ടാണ് കർണാടകയിൽ മാംഗ്ലൂർ തന്നെ ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്? അപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ എല്ലാ മേജർ സിറ്റീസിലും നമുക്ക് ഹൈബ്രിഡ് ക്യാമ്പസുകളുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് കുട്ടികൾ, അതായത് നമ്മുടെ ബോർഡറിലുള്ള ഔട്ട്സ്കേർട്സിലുള്ള അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾക്ക് ഈ ഓഫ്ലൈനായിട്ട് ക്യാമ്പസിലേക്ക് വന്നു പഠിക്കാനും ഹോസ്റ്റലിൽ നിൽക്കാനും അല്ലെങ്കിൽ GIB എക്സാം എഴുതാൻ വരാനും ഒക്കെ ഒരുപാട് ഡിസ്റ്റൻസിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഞങ്ങൾ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ ഏതെങ്കിലും എൻഡ് ഡിസ്ട്രിക്ട്സിലൊക്കെ ആയിട്ട് സെൻറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ കർണാടകയിലെ നമ്മുടെ മംഗലാപുരം, മാംഗ്ലൂർ നഗരം എന്ന് പറയുന്നത് വളരെയധികം വെൽക്കമിങ് ആയിട്ടുള്ള, വളരെയധികം ഹോസ്പിറ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഒരുപാട് പ്രീമിയം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ഒരു എഡ്യൂ ഹബ്ബ് കൂടെയാണ്. കൂടാതെ ഈ ബോർഡർ സിറ്റീസിലുള്ള കുട്ടികൾക്ക് എത്തിപ്പെടാനും അവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് വന്ന് പഠിക്കാനും ട്രെയിൻ വഴിയോ ബസ് വഴിയോ ഒക്കെ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് എത്തിപ്പെട്ട് പഠിക്കാനുള്ള സൗകര്യവും ഈ ഒരു സിറ്റിയിലുണ്ട്. അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്തു, നമ്മളിപ്പോൾ ഭാഷയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ കർണാടകയാണെങ്കിലും ഇവിടെ എല്ലാവരും മലയാളം പറയും. അപ്പോൾ ശരിക്കും നമുക്കൊരു മിനി കേരളയിൽ എത്ര പ്രതീതിയാണ്. നമ്മളിപ്പം സ്റ്റാർട്ടിങ് ഫ്രം ഓട്ടോ ഡ്രൈവേഴ്സ് ടു എവ്രിബഡി എല്ലാവരും മലയാളം പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭാഷ മാറി പുതിയ സ്ഥലമാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കാസർഗോഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന മക്കൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് വന്ന് പഠിച്ച് നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നു എന്നുള്ള ഒരു വിഷമമൊന്നും ഇല്ലാതെ വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സിറ്റിയും കൂടെയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു ക്യാമ്പസ് ഇവിടെ വന്നതിനും സൈലത്തിൻ്റെ ഒരു നല്ലൊരു തുടക്കം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും. ഇഷ്ടംപോലെ മലയാളികളുണ്ട്, ഇഷ്ടംപോലെ മലയാളി ഫാമിലീസ് ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട്. എല്ലാം കൊണ്ടും ഏറ്റവും കംഫർട്ടബിളായി മക്കൾക്ക് പഠിക്കാൻ നല്ല സൗകര്യങ്ങളുള്ള ഒരു എഡ്യൂ ഹബ്ബ് തന്നെയാണ് മാംഗ്ലൂർ സിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മാംഗ്ലൂർ സിറ്റിയിലാണ്. മാംഗ്ലൂർ സിറ്റിയിലെ നവഭാരത് സർക്കിളിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഇതാ തൊട്ടടുത്താണ് സൈലം ക്യാമ്പസ്. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ക്യാമ്പസ് കാണാം. സോ ഐ എം വെരി എക്സൈറ്റഡ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഫൈനൽ ലൊക്കേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു. എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണും സൈലത്തിൻ്റെ മാംഗ്ലൂർ ഹൈബ്രിഡ് ക്യാമ്പസ്. നവഭാരത് സർക്കിളിൽ നിന്ന് വളരെ തൊട്ടടുത്താണ്. അതേപോലെ ഇവിടുത്തെ ഭയങ്കര ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് മച്ച്ലി റെസ്റ്റോറൻറ്റ്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ മച്ച്ലി റെസ്റ്റോറൻറ്റ് തൊട്ട് നെക്സ്റ്റ് ബിൽഡിംഗ് ആണ് സൈലത്തിൻ്റെ ഹൈബ്രിഡ് ക്യാമ്പസ്. അപ്പോൾ വളരെ പ്രൈം ലൊക്കേഷനാണ്, സിറ്റിയുടെ സെൻറ്റർ തന്നെയാണ്. എല്ലാവർക്കും വളരെ ഫീസിബിളായിട്ട് എത്തിപ്പെടാവുന്ന ലൊക്കേഷനിലാണ് നമ്മളുടെ ഹൈബ്രിഡ് ക്യാമ്പസ് ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയാലോ? ഉള്ളിലത്തെ വിശേഷങ്ങൾ നമുക്ക് പോയി കാണാം. കം. ನಮಸ್ಕಾರ. ಹಲೋ ಮ್ಯಾಮ್, ಏನು ಸಮಾಚಾರ? ಹೇಗಿದ್ದೀರಾ? ಚೆನ್ನಾಗಿದ್ದೀನಿ. ಚೆನ್ನಾಗಿದ್ದೀನಿ ಮ್ಯಾಮ್. ಹೌದು. ನಿಮಗೋಸ್ಕರ ವೇಟ್ ಮಾಡ್ತಿದ್ವಿ, ನೀವು ಬರ್ತೀರಾ ಅಂತ ಗೊತ್ತಿತ್ತು. ಹೌದಾ? ಓಕೆ. How was your journey, ma'am? It was really good and ಮಂಗಳೂರು ಸ್ವಲ್ಪ ಹಾಟ್ ಇದೆ, but it's okay, manageable. Yes, ಲೊಕೇಟ್ ಮಾಡ್ಲಿಕ್ಕೆ ಇಷ್ಟ ಆಯ್ತಾ? No, it's like the center of the city and ತುಂಬ ಕ್ಲೋಸ್ ಇದೆ ಅಲ್ವಾ? ಮಚ್ಲಿ ರೆಸ್ಟೋರೆಂಟ್ ತುಂಬ ಪಕ್ಕದಲ್ಲಿದೆ. ಸೊ very easily locatable and nice campus, very Nice having you here. Thank you. അപ്പോൾ നമ്മളിതാ നമ്മുടെ മാംഗ്ലൂർ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട്. ക്യാമ്പസിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിയായിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്, അവരെ നമുക്ക് പരിചയപ്പെടണം. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങൾ ആദ്യം ചോദിക്കാം അല്ലേ? സർ പറയൂ. നേരത്തെ ഞങ്ങൾ കുറേ കന്നഡയിലൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇവർക്ക് കന്നഡ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയല്ല, ഇവരൊക്കെ നന്നായിട്ട് മലയാളം പറയൂ കേട്ടോ. സോ സർ ടെൽ മീ, ലൈക്ക് വാട്ട്സ് യുവർ നെയിം? So I'm Karthik. ഞാൻ ഇവിടുത്തെ മാംഗ്ലൂരിലെ ബയോളജി ഫാക്കൽറ്റി ആണ്. എൻ്റെ പേര് സ്മിത, ഞാൻ ഫിസിക്സ് ഫാക്കൽറ്റി ആണ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. എൻ്റെ പേര് പൂജ, കെമിസ്ട്രി ഫാക്കൽറ്റി. ഞാൻ വരുന്നത് കാസർഗോഡ് നിന്നാണ്. ഇവർ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഭയങ്കര സ്മോൾ ക്യൂട്ട്, അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര പുള്ളികളാണ്. NIT പിന്നെ വലിയ
പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് ജീനോമിക്സിലൊക്കെ റിസർച്ചൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരൊക്കെയാണ്. സോ ചെറിയ പുള്ളികളല്ല മാംഗ്ലൂർ ക്യാമ്പസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ബിക്കോസ് യു നോ ദാറ്റ് Xylem has always given you the best in terms of faculty, in terms of content, in terms of anything that you want. We are always with the student community. അപ്പോൾ മാംഗ്ലൂരിൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ ബെസ്റ്റ് നീറ്റ് ഫാക്കൽറ്റി തന്നെയാണുള്ളത് നിങ്ങളെ കാത്തിരിക്കുന്നത്. പിന്നെ ലാംഗ്വേജിൻ്റെ പ്രശ്നമൊന്നും ആലോചിച്ച് മക്കളെ ഇങ്ങോട്ട് വരാണ്ടിരിക്കരുത്. ഇവർക്കൊക്കെ മലയാളം അറിയാം, ഈ കന്നഡ വേണ്ടവർക്ക് കന്നഡ അറിയാം. ആൻഡ് യു വിൽ ഹാവ് എ നൈസ് ടൈം ലേണിംഗ് ഹിയർ. പിന്നെ നല്ല വൈബിങ് ഫാക്കൽറ്റിയാണ്. അപ്പോൾ സൈലത്തിൻ്റെ ടീച്ചേഴ്സിൻ്റെയും ക്യാമ്പസിൻ്റെ ഒക്കെ വൈബ് മക്കൾക്ക് അറിയാലോ. അത് കീപ്പപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പസ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ ക്യാമ്പസ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ ക്യാമ്പസ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് ലോബിയാണ്. പേരൻസും മക്കളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ റിസപ്ഷൻ ഏരിയ ആൻഡ് ആസ് യു ക്യാൻ സീ ഇതൊക്കെ കൗൺസിലിംഗ് റൂംസ് ആണ്. അവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൺസേൺസ് അറിയിക്കാനും നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കാനും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മെൻറ്റർ ചെയ്യാനും ഒക്കെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ സൈലത്തിൻ്റെ ക്യാമ്പസുകൾ നിങ്ങൾക്ക് അറിയാലോ. എല്ലാ ക്യാമ്പസിലും നിങ്ങൾ കണ്ടുള്ള അതേ ഫെസിലിറ്റീസ് ആണ് ഇവിടെയും ഉള്ളത്. ആ ഫാക്കൽറ്റി റൂം, നമ്മുടെ ഫാക്കൽറ്റീസൊക്കെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യാണോ ക്ലാസ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ ഫാക്കൽറ്റി ലോഞ്ചാണിത്. ആൻഡ് ദേ ആർ ഓൾ ഹിയർ. സോ ദിസ് ഈസ് ആ ക്യാമ്പസ്. അപ്പോൾ ഇനിയും കുറേ വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് കാണാം. ക്ലാസ് റൂംസിലേക്ക് പോവാം. സോ ഐ ഹോപ്പ് യു ഓൾ റിയലി ലൈക്ക് ദി ക്യാമ്പസ്. കമൻസിലൊക്കെ പറയണം കേട്ടോ ക്യാമ്പസൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ക്യാമ്പസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടു, ലോബി എല്ലാം കണ്ടു. അപ്പോൾ ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് കാണാൻ പോകുന്നത്, നമ്മുടെ ക്ലാസ് റൂംസ്. അപ്പോൾ ക്ലാസ് റൂംസ് നമുക്കിപ്പോൾ നേരിട്ട് കയറാൻ പറ്റില്ല, കാരണം അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ലല്ലോ. സോ ക്ലാസ് റൂംസിൽ നമുക്ക് പിന്നെ കയറി കാണാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നല്ല കാറ്റും വെളിച്ചമൊക്കെയുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ട് മക്കൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങളുടെ ക്ലാസ് റൂംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് റൂംസിൽ നിങ്ങൾക്കറിയാം സ്മാർട്ട് ബോർഡ് ഉണ്ട്, എയർ കണ്ടീഷൻ ക്ലാസ് റൂംസ് ആണ്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ പേരൻസും മക്കളൊക്കെ വന്ന് കാണുക എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ 3 ഫ്ലോറിലും ഇതേപോലെയാണ് നമ്മുടെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം സൈലത്തിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹൈബ്രിഡ് സിസ്റ്റമാണ്. 1 ഡേ ഓൺലൈൻ 1 ഡേ ഓഫ്ലൈൻ. അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനായിട്ട്, വീഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ തന്നെ നമ്മൾ സ്റ്റുഡിയോയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ കണ്ടാലോ. അപ്പോൾ ഈ സ്റ്റുഡിയോയിലായിരിക്കും നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോസ് ടീച്ചേഴ്സ് റെക്കോർഡ് ചെയ്യുക. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദ സ്റ്റുഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം. നിങ്ങൾ കാണാലോ, എല്ലാ സെറ്റപ്പും റെഡിയാണ്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ഇവിടെ നിന്ന് നിങ്ങളുടെ റെക്കോർഡഡ് വീഡിയോസ് ചെയ്യും. അത് നിങ്ങൾക്ക് ആപ്പിൽ കാണാൻ പറ്റും. 1 ഡേ നിങ്ങൾ ഓൺലൈൻ പഠിക്കും, നെക്സ്റ്റ് ഡേ നിങ്ങൾ ക്യാമ്പസിൽ വന്ന് ക്ലാസ് ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്യും. അവിടെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളും ഒക്കെ ഫാക്കൽറ്റീസ് ചെയ്തു തരും. എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് നമ്മളുടെ ക്ലാസ് റൂംസ് ആണ്. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പോയി ഇനി ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ആ ക്ലാസ് റൂംസ്. അപ്പോൾ മക്കളെ, ഞാൻ പറഞ്ഞതുപോലെ ക്ലാസ് കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ മക്കളൊക്കെ പോയി. അപ്പോൾ ഇതാണ് സൈലത്തിൻ്റെ മാംഗ്ലൂർ ക്യാമ്പസിലെ ഏറ്റവും പുതിയ അടിപൊളി ക്ലാസ് റൂം. നിങ്ങൾക്കറിയാം, ഞങ്ങൾ സൈലത്തിൻ്റെ ഓരോ ഹൈബ്രിഡ് ക്യാമ്പസ് പ്ലാൻ ചെയ്യുമ്പോഴും അത്രയ്ക്കധികം എഫേർട്ട് എടുത്തിട്ടാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ അത്രയ്ക്കധികം ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ ഇവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾ ഹൈബ്രിഡ് സിസ്റ്റത്തിൽ പഠിക്കുന്നവരാണ്. അവർക്ക് പഠിക്കാൻ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ബോർഡും കാര്യങ്ങളും ഒക്കെയുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്ലാസ് റൂം തന്നെ വേണമെന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമാണ്. ഒരു രീതിയിലും കുട്ടികൾക്കൊരു സഫക്കേഷനോ ഒന്നും ഫീൽ ചെയ്യരുത്. പഠിക്കുമ്പോൾ ഒരു റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനാണ് ഞങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് ഞങ്ങളുടെ ഓരോ ക്ലാസ് റൂമും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ക്ലാസ് എടുക്കുന്ന സ്ഥലവും മക്കൾ ഇരിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലും എത്രയോ കാര്യങ്ങൾ ചിന്തിച്ചാണ് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പ്രത്യേകതയാണ് എയർ കണ്ടീഷൻ ക്ലാസ് റൂംസ് ആണ്. അതേപോലെ എല്ലാ ക്ലാസ് റൂംസും നല്ല സ്പേഷ്യസ് ആണ്, നല്ല കാറ്റും വെളിച്ചമൊക്കെ കയറുന്ന രീതിയിലുള്ള ക്ലാസ് റൂംസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ് റൂംസിൽ ഇരുന്ന് നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് നല്ല ഫ്രഷ് ആയിരിക്കും. പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അവർക്ക് വളരെ നല്ല രീതിയിൽ അത് ഗ്രാസ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂമിലെ വിശേഷങ്ങൾ. നിങ്ങൾക്കൊക്കെ ക്ലാസ് റൂമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സൈലത്തിൻ്റെ മാംഗ്ലൂർ സെൻറ്റർ. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ മക്കൾ കണ്ടു. അപ്പോൾ നീറ്റ് JEE ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ, ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഓൾ വെൽക്കം ടു സൈലം. നിങ്ങൾക്കുള്ള അക്കാഡമിക് ഫെസിലിറ്റീസ് എല്ലാം സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അത്രയ്ക്കും ഒരു അടിപൊളി ക്യാമ്പസാണ് ഞങ്ങളിവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മാംഗ്ലൂരിൽ വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങോട്ടേക്ക് പോരുക. പാരൻസും മക്കളൊക്കെ വന്ന് ക്യാമ്പസൊക്കെ കാണുക. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, സൈലത്തിൽ പഠിച്ച് നീറ്റിലും JEEലും ഒക്കെ അടിപൊളി സ്കോർ വാങ്ങിക്കുന്ന മക്കളെ അപ്രിഷ്യേറ്റ് ചെയ്യാനായിട്ട്, ഫെലിസിറ്റേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ സൈലം അവാർഡ്സ് നടത്താറുണ്ട്. അപ്പോൾ ഇനി ഈ മാംഗ്ലൂർ ക്യാമ്പസിലെ മക്കളെ ഞാൻ കാണുന്നത് സൈലം അവാർഡ്സിൽ വെച്ചിട്ടാവട്ടെ, നിങ്ങളുടെ ആ ഒരു വിക്ടറിയിൽ നിൽക്കുമ്പോഴാവട്ടെ എന്ന് ആശംസിക്കുന്നു.
അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്യാമ്പസ്, മാംഗ്ലൂർ ക്യാമ്പസ് നമ്മൾ കണ്ടു. ഇനിയും നമുക്ക് സൈലത്തിൻ്റെ ഒരുപാട് ഹൈബ്രിഡ് ക്യാമ്പസുകൾ കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ക്യാമ്പസിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ സീ യു ഓൾ ദെൻ, ടേക്ക് കെയർ, ബൈ.